ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം പങ്കുവച്ചതിന് പിന്നാലെയുണ്ടായ യുവാവിന്റെ ആത്മഹത്യ ഏറെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്. ഞായറാഴ്ച രാവിലെയാണ് ഗോവിന്ദപുരത്തെ വീട്ടിൽ ദീപക്കിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി നടത്തിയതെന്നും കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു യുവാവെന്നും ദീപക്കിന്റെ കുടുംബം ആരോപിച്ചു. എന്നാൽ ഇപ്പോൾ ദീപക്കിന്റെ മരണത്തിൽ വികാരഭരിതനായി നടൻ മോഹൻലാൽ എഴുതിയ ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. ലാലേട്ടൻ പറഞ്ഞതിങ്ങനെ: ദീപക്കിന്റെ മരണത്തിൽ ഒരുപാടാളുകൾ ബസ്സിലുണ്ടായിരുന്ന ഷിംജിത എന്ന പെൺകുട്ടിയെ വിമർശിക്കുന്നതായി കണ്ടു. ഷിംജിത ചെയ്തതിൽ തെറ്റുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. ദീപക് തന്നെ പിടിച്ചു എന്ന വാദമുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടി പോലീസിനോട് പറയുകയാണ് വേണ്ടിയിരുന്നത്. അല്ലാതെ അയാളുടെ വീഡിയോ എടുത്ത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. അയാളുടെ മാനമാണ് അയാൾക്ക് നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ടുപോയാൽ ഒരാൾക്ക് തിരിച്ചു കിട്ടാത്തതായി ഒരു കാര്യമേ ഉള്ളൂ, അത് മാനമാണ്. ആ പെൺകുട്ടി വീഡിയോ എടുത്തതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ എടുത്ത വീഡിയോ പോലീസിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ പോലീസ് ഒരു നിലപാടിലെത്തുമായിരുന്നല്ലോ. എന്നാൽ ഷിംജിത ഇവിടെ ദീപക്കിനെ വിധിക്കാനുള്ള അവകാശം പൊതുസമൂഹത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഈയൊരു സംഭവം എല്ലാവർക്കും പാഠമാകട്ടെ. ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ പോലീസിൽ പോയി പരാതി പറയട്ടെ. ദയവായി മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും ജഡ്ജിയായി കാണാതിരിക്കുക. സോഷ്യൽ മീഡിയയെ കോടതിയായി കണ്ടാൽ പിന്നെ നമ്മുടെ നാട്ടിൽ എന്തിനാണ് യഥാർത്ഥ നീതിന്യായ വ്യവസ്ഥയുള്ളത്? ദീപക്കിന് മരിച്ചതിനു ശേഷം ലഭിക്കുന്ന പിന്തുണ കണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. എങ്കിലും തന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് ബോധിപ്പിക്കുന്നതിനായി ഒരാൾ ജീവൻ ഒടുക്കേണ്ടി വരുന്ന അവസ്ഥ വളരെ കഷ്ടമാണ്.